കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പവിത്രയുടെ അച്ഛനും ജഗന്നാഥനും മോഹിനിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പവിത്രയുടെ അച്ഛൻ ആ കാര്യം പറയുന്നത്. രത്നാരം പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്, നിങ്ങൾ ആ പുറത്തേക്കൊന്ന് വരാൻ പറയണം. ഇത് കേട്ടതും അരുൺ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയും പറഞ്ഞു, അതെ നിങ്ങൾ കുട്ടികളോടല്ല എനിക്ക് പറയാനുള്ള ജഗന്നാഥനോടും മോഹിനിയോടും ആന്ന് പറയണം. പിന്നീട് അവരെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. അപ്പൊ അരുണും പവിത്രൻ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യമാണെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ഈ സമയം നന്ദ ഗൗരിമോളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരുവാണ്. ആ സമയം നിർമ്മല അവിടെ അകത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ കണ്ടപ്പോൾ നിർമ്മല പറഞ്ഞു, നിങ്ങളിത് എവിടെ പോയതാ? എത്ര സമയം ഞാൻ കാത്തിരിക്കുന്നേ? നിങ്ങളെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കീ എടുത്ത് തുറന്ന് അകത്ത് കയറി ഇരുന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഒന്നും പറയണ്ട, ആകെപ്പാടെ പ്രശ്നത്തിലായെന്ന് പറയാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇതേ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അല്ല ഇതെന്താ നന്ദ ഈ കേൾക്കണേന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, എന്നോട് ചോദിക്കണ്ട, ഇതേ നിൽക്കുന്ന ഒരുത്തി, അവളോട് ചോദിച്ചോളാൻ പറയണം. ഇത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു, സോറി അമ്മേന്ന് പറയാ. സോറി എന്ത് പറഞ്ഞാലും സോറി എന്നൊരു വാക്ക് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇത് കേട്ടപ്പം നിർമ്മല പറഞ്ഞു, എന്താ ഗൗരിമോളെ ഇത്? അതെ നന്ദുവിന്റെ അച്ഛനെ അമ്മയെ അന്വേഷിച്ച് പോയതാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു, നീ ആരാ ആ നന്ദുവിന്റെ അച്ഛനെ അമ്മയെ അന്വേഷിച്ച് പോകാനായിട്ട്? ഞാൻ അവനെ ഒന്ന് സഹായിച്ചാന്ന് പറയണേ. നീ എന്നെ എല്ലാവരും സഹായിക്കാൻ ആരാ? മദർ തെരേസയാണോന്ന് ചോദിക്കുക. എന്താ അമ്മേ, അവന്റെ വിഷമം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തേ. നിനക്ക് എന്ത് ബോധം ഉണ്ടായിട്ടാ ഗൗരി നീ അങ്ങനെയൊക്കെ ചെയ്തേ? അങ്ങനെയൊക്കെ ഒരു പ്ലക്കാർഡും പോയി പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ അമ്മയും കണ്ടെത്താൻ പറ്റും. നിന്നോടൊക്കെ ആരാ പറഞ്ഞേ? കണ്ട സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ട് അതേപടി പോയി ചെയ്യാനായിട്ട് നിനക്കൊക്കെ എന്താ എന്നൊക്കെ ചോദിച്ചാൽ ചീത്ത പറയണം. അമ്മേ സോറി അമ്മേ, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണം. എന്ത് പറഞ്ഞാലും ഉണ്ട് അവളുടെ ഒരു സോറി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറയണം. ഈ സമയം നിർമ്മല പറഞ്ഞു, വേണ്ട ഇനി വഴക്ക് പറയണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗൗരി പറഞ്ഞു, ഞാൻ ചെയ്ത് തെറ്റാമേ, സമ്മതിച്ചു. പക്ഷേങ്കിലേ ഒരു കാര്യമുണ്ട്, അമ്മ ചെയ്യുന്നോ? അമ്മ അതിനേക്കാളും വലിയ തെറ്റല്ലേ എന്നോട് ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഞാനിത് തെറ്റാന്ന് എന്നോട് ചോദിച്ചേ? അല്ല ഈ പറയുന്ന നന്ദുവിന്റെ അച്ഛനും അമ്മ ആരാന്ന് നന്ദുവിനെ അറിയത്തില്ല. പക്ഷേങ്കില് എന്റെ അച്ഛനും അമ്മ ആരാന്ന് അമ്മയ്ക്കറിയാം. എന്റെ അമ്മ അമ്മയാണ്, പക്ഷെ അച്ഛൻ ആരാന്നുള്ള കാര്യം അമ്മയ്ക്കറിയാലോ. എന്നിട്ട് അമ്മ എന്നോടത് മറച്ചു വെക്കുന്നില്ലേ? അത്രയും വലിയ ക്രൂരതയൊന്നും ഞാന് കാണിച്ചില്ലോ എന്ന് പറയണം. ഇത് കേട്ടത് നന്ദയുടെ ഒരു നിമിഷം നാവടഞ്ഞു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കുട്ടിയാണ് പറയുന്നെങ്കിൽ കാര്യമുള്ള കാര്യമാണ് പറയണേ. പക്ഷെ അതങ്ങനെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അത് അവൾക്ക് ഒരു വളവായി മാറും. പെട്ടെന്ന് നന്ദ പറഞ്ഞതേ, ഒരു കാര്യം പറഞ്ഞേക്കാം, വലിയ വലിയ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട, കയറി പൊയ്ക്കോണകത്ത്, അവൾ അച്ഛനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ ചീത്ത പറഞ്ഞപ്പോഴത്തേനും ഗൗരി കരഞ്ഞോണ്ട് അങ്ങോട്ട് കയറി പോവാ. പെട്ടെന്ന് നിർമ്മല ചോദിച്ചു, എന്ത് പരിപാടിയാ നന്ദ നീ കാണിച്ചേ? ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു അവളോട്? അവള് ന്യായമായിട്ടൊരു ചോദ്യമല്ലേ ചോദിച്ചേ? അവളുടെ അച്ഛനെ കാണാനുള്ള അവളുടെ അവകാശമല്ലേ? എത്ര കാലം നന്ദയ്ക്കിനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ഇത് നിർമ്മലെ, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ അവിടെ കത്തിപ്പോകാൻ ആ പടം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുക, അതിനിടയ്ക്ക് ചൊറിയാൻ വരില്ലെന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദൈവത്തെ ഓർത്ത് ഈ വീട്ടിലേക്ക് ഇനി വരില്ലെന്ന് പറയാം. അതെന്താ? അല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ നിർമ്മല കാണാൻ കുറെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. നാളെ ഇനി ഒരു പക്ഷേ ഗൗരിമോള് ചോദിക്കും എന്റെ നേരെ തിരിഞ്ഞ്, ഇനിയിപ്പം നിർമ്മല അങ്കിൾ ആരാന്ന് ചോദിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടായിരിക്കും അവൾ ഓരോന്ന് ചോദിക്കുന്നത്. മോളുടെ മുന്നേ ഞാൻ നാണം കിടും. അങ്ങനെ ഒരിക്കലും നാണം കിടാണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളുടെ ചെവിയിലും പല കാര്യങ്ങളും എത്തില്ലേ. അത് സത്യമാണോ കള്ളത്തരാണോ എന്ന് കുഞ്ഞു മനസ്സിന് അറിയില്ലല്ലോ. അങ്ങനെ വന്നാൽ അത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ടാ നിർമ്മലിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല. സോറി നിർമ്മലെ, ഇനി വരില്ല, ഞങ്ങൾ ഉദ്രവിക്കില്ല, എങ്ങനെയും ജീവിച്ചു പോക്കട്ടെ. എനിക്ക് ആ പാടെയുള്ള എന്റെ ഗൗരിയാണ് എന്റെ ജീവിതത്തില്. അവളെയും കൂടെ നഷ്ടപ്പെടുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ ആരോടും തുറന്നു പോലും പറയാതിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇനി ഒരു വേദന താങ്ങാനുള്ള സഹനശക്തിയും കൂടെ എനിക്കില്ല. അതുകൊണ്ടാ പറയണേ എന്നൊക്കെ പറഞ്ഞ് നന്ദ അകത്തേക്ക് ഒരുപ്പുക. നിർമ്മലിന് ഭയങ്കര വിഷമായി. നിർമ്മൽ ആ പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് രത്നാരന് മോഹിനിയോടും ജഗന്നാഥനോടും പറയണം, അതെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛഭാവം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജഗന്നാഥൻ പറഞ്ഞു, എന്നാര് പറഞ്ഞു? അല്ല പലരുടെ മനസ്സിലെ വിചാരം അങ്ങനെയാ, ഓ രാഷ്ട്രീയക്കാരനല്ലേ എന്താ ഏതാന്നൊക്കെ. ഇത് കേട്ടപ്പോൾ മോഹിനി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലെന്ന് പറയാം. ആ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല, ഞാൻ പൊതുവെ ഉള്ളൊരു കാര്യം പറഞ്ഞാന്ന് പറയണം. അല്ല ഇത് പറയാനായിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് ജഗന്നാഥൻ ചോദിക്കുക. അത് പറയാൻ വേണ്ടിയിട്ടല്ല, ചില കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് ഞാനങ്ങോട്ട് പറഞ്ഞെന്നുള്ളെന്നൊക്കെ പറയാണ്. ഈ സമയത്ത് കനകപ്പൻ ജനലിന്റെ അടുത്ത് വരുവാണ്. എന്തായിരിക്കും പോലും പറയുന്നേ? ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് തന്നെ കാര്യം എന്ന് കരുതിയിട്ട് അവിടെ പാത്ത് നിൽക്കുവാണ്. പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. പിന്നീട് രത്നാരൻ പറഞ്ഞു, അതെ ഇതൊരു കൂട്ടുകുടുംബമാണ്, എന്നും കൂട്ടുകുടുംബമായിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാവരും ഒന്ന് പിരിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ജഗന്നാഥൻ ചോദിച്ചു, രത്നാരൻ എന്താ ഉദ്ദേശിച്ചത്? അല്ല കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം വന്നു കഴിയുമ്പോഴത്തേനും തല്ലിപ്പിരിഞ്ഞ് കഴിയുമ്പോൾ ആർക്കും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോകും. അതുകൊണ്ട് എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എല്ലാം ഭാഗം വെച്ച് പോകുന്നതല്ലേ നല്ലത്.
അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ ഇപ്പം ഒരു ദത്തുപുത്രനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ പറയുന്ന ഗൗതം. നാളെ മിക്കവാറും ഈ കുടുംബത്തിന് അവകാശം മൊത്തം ആ ദത്തുപുത്രന് കിട്ടില്ലെന്ന് ആര് കണ്ടു? ഇവിടെ വളരുന്ന പവിത്രയുടെ വയറ്റി വളരുന്ന കുഞ്ഞല്ലേ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യവരത്തിന്റെ അവകാശി. അപ്പൊ പിന്നെ വേറൊരാൾ ഈ കുടുംബത്തിന്റെ അവകാശിയായിട്ട് വരേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീക്കുപോക്ക് ഉണ്ടാക്കണം എന്ന് പറയാണ്. ഇത് കനകമ്മ കേട്ടു. അപ്പൊ അതാണ് കാര്യം. രത്നാകരൻ വെറുതെ വരത്തില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഉടനെ എന്തേലും ഇവിടെ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകളൊക്കെയാണ് രത്നാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരട്ടെ. ഈ സമയം ജഗന്നാഥന് ഒന്ന് ആലോചിച്ച് വന്നിട്ട് പറഞ്ഞു, അല്ല അത് പിന്നെ ഇതൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോഴേക്കും പവിത്ര അങ്ങോട്ടേക്ക് വന്നു. പവിത്ര വന്നു കഴിഞ്ഞപ്പോൾ രത്നാകരൻ പറഞ്ഞു, അല്ല എന്താ മോളെ? ഒന്നുമില്ല എന്ന് പറയണ. പിന്നീട് മോഹിനോട്, എന്റെ മോളിൽ പൊട്ടി കേട്ടോ മോഹിനി, അവൾ ആരെന്ത് പറഞ്ഞാലും അങ്ങോട്ട് വിശ്വസിക്കും. അതുകൊണ്ട് അവൾക്ക് ചതി പറ്റുകയും ചെയ്യുന്നു പറയാം. ഇപ്പൊ തന്നെ അവളോട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ആ രീതി വിശ്വസിച്ച് അങ്ങോട്ട് പോകത്തോളൂ എന്ന് പറയണം. അല്ല എന്താ എല്ലാവരും കൂടെ ഒരു ചർച്ച തന്നെ ചോദിക്കുകയാണ്. അത് പിന്നെ ഈ കുടുംബം ഒന്ന് വീതം വെച്ച് എല്ലാവർക്കും ഉള്ള വീതം കിട്ടണ്ടേ, അതിനു വേണ്ടിട്ടാന്ന് പറയണം. കുടുംബം വീതം വെക്കാനാ? അതൊന്നും വേണ്ട, അച്ഛൻ എന്ത് വർത്താനേ പറഞ്ഞു പിടിപ്പിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട മോഹിനി പറഞ്ഞു, അതെ നിന്റെ അച്ഛൻ ഒരു നല്ല കാര്യം പറഞ്ഞേ, നീ എന്തിനാ അതിനെ എതിർക്കണമെന്ന് ചോദിക്കും. എന്നാലും അമ്മേ ഒരെന്നാലും ഇല്ല. ഞാൻ പണ്ടേ മനസ്സിൽ കണ്ടിരുന്ന കാര്യം ഇത്. അതെ ഇപ്പോഴെങ്കിലും നിന്റെ അച്ഛനെങ്കിലും പറഞ്ഞല്ലോ, ഞാൻ ഇതിനെക്കുറിച്ച് പണ്ടേ ആലോചിച്ചുകൊണ്ടിരുന്നാന്നൊക്കെ പറയണം. ഇത് കേട്ട പവിത്രയ്ക്ക് ഒരു ഞെട്ടലുണ്ടായി. തന്റെ വയറ്റിൽ കുഞ്ഞിട്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. കുഞ്ഞില്ലാന്നെങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന പോലും അറിയത്തില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പവിത്രയുടെ ഉള്ളിൽ. ആ സമയം പിങ്കിയും ഗൗതമും കൂടെ നന്ദുമോന്റെ അടുത്തായിരുന്നു. നന്ദുമോനോട് എന്ത് പരിപാടി നന്ദു നീ കാണിച്ച എന്നൊക്കെ ചോദിച്ചു ഗൗതം വഴക്ക് പറയാണ്. എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? അവരാണെങ്കിലോ വലിയൊരു മാഫിയ തന്നെയാ. കുട്ടികളുടെ അവയവങ്ങളൊക്കെ ചൂട് നിൽക്കുന്നതിന് മാഫിയ എന്ന് പറയണം. എങ്ങാനും പിടിക്കപ്പെട്ടായിരുന്നെങ്കിലോ? അതെ അവരെ ഞങ്ങൾ പിടിച്ചോണ്ട് പോയൊന്നുമില്ലല്ലോ, ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയാ. രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു എന്ത് ചെയ്തനം? നിന്നെയൊക്കെ അവര് കൊണ്ട് കൊന്നു കളയില്ലാരും ചോദിക്കണം. അങ്ങനെയൊന്നും സംഭവിച്ചില്ലോ പാപ്പ, പിന്നെന്താന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ട പിങ്കി പറഞ്ഞു, ഇനി മതി ഗൗതം, വഴക്കൊന്നും പറയണ്ടെന്ന് പറയണ മോനെ. ഇത് കേട്ടതും നന്ദുമോൻ പറഞ്ഞു, അതെ പാപ്പ എന്നെ വഴക്കൊന്നും പറയണ്ട എന്ന് പറയണ. അല്ല നീ എന്തിനാ നിന്റെ അച്ഛനും അമ്മേനെ അന്വേഷിച്ച് പോയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് പിങ്കി വെച്ച്, ഞങ്ങളെ അത്രമാത്രം വെറുത്തോന്ന് ചോദിക്കും. ഞങ്ങളെ ഇഷ്ടമില്ലാത്തോണ്ടാണെന്ന് ചോദിക്കും. ഇല്ല നിങ്ങളെ ഇഷ്ടമാ, സോറി അമ്മേന്നൊക്കെ പറഞ്ഞ് സോറി പറയണം. അത് കേട്ട ഗൗതം നന്ദുമോനെ ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ച് കുറച്ച് ഉമ്മയെ കൊടുത്തു. പിന്നീട് പവിത്ര ആകെപ്പാട് ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ കനകമ്മ എങ്ങോട്ടേക്ക് വന്നു. കനകമ്മ എന്നിട്ട്, ചെന്താ പവിത്ര നീ ആകെപ്പാട് തീ പിടിച്ച പോലെ ഇരിക്കുന്നേ, എങ്ങനെ പിടിക്കാതിരിക്കും? അതെ എന്നെ അരുണേട്ടെ ഇൻഫെർട്ടിലിറ്റി സെന്ററിലേക്ക് കൊണ്ടുപോവാന്ന് പറയാണ്. അതെന്ത് സെന്റർ ആണെന്ന് ചോദിക്കുകയാണ്. അത് ഈ വന്ധ്യതയ്ക്കുള്ള ചികിത്സയ്ക്കാണ് നടത്തുന്നത്. ഓ എന്നാ അങ്ങനെ പറ, മലയാളത്തിൽ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ കനകമ്മ പറയാ. അല്ല ഇപ്പൊ അങ്ങോട്ടേക്ക് എന്തിനാ കൊണ്ടുവന്നേ? അത് പിന്നെ കുറച്ച് നാള് എനിക്ക് അവിടെ ചികിത്സ നടത്തിയായിരുന്നു. അപ്പൊ അതിന്റെ ആദ്യ കോഴ്സൊക്കെ നടത്തിയായിരുന്നു. എന്നിട്ടോ വല്ല പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടാവുമായിരുന്നു, ഞാൻ പ്രഗ്നന്റ് ആവില്ലായിരുന്നു തള്ളേ. നിനക്ക് എന്താ ഒട്ടും അറിയത്തില്ലെന്ന് ചോദിക്കുക. അപ്പൊ അതാണ് കാര്യം. അല്ല ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോന്നേ? അത് പിന്നെ അവിടുത്തെ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞുണ്ടായെന്നും പറഞ്ഞുകൊണ്ട് വയറ്റിലുണ്ടായെന്നും പറഞ്ഞുകൊണ്ട് അവരോട് പോയി നന്ദി പറയണമെന്ന് അരുണേട്ടൻ പറയണേ. അതിനിപ്പോ എന്താ, പോയി നന്ദി പറഞ്ഞ് കുറച്ച് ചോക്ലേറ്റും ലഡുവും ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് പോരെ? അതല്ല, അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവർ നോക്കാതിരിക്കുവോ? അവർ പരിശോധിച്ചൊക്കെ നോക്കില്ലേ? അപ്പൊ എനിക്ക് ഗർഭില്ലെന്ന് തെളിഞ്ഞ അതോടുകൂടി തീർന്നില്ലേന്ന് ചോദിക്കോ. ഓ അത് ശരിയാണല്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തേലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആ പടെ പ്രശ്നമാവെന്ന് പറയാ. ഇതാണോ കാര്യം? നീ സമാധാനപ്പെട്ടിരിക്കുക, നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം. പവിത്ര എന്ന് പറയാ, എന്ത് വഴി ഉണ്ടാക്കാൻ? അത് മാത്രല്ല വയറ് വളർന്നോണ്ടിരിക്കണ്ടേ, ഇനിയിപ്പോ വയറ് വളർന്നില്ല എന്ത് ചെയ്യുന്നു ചോദിക്കുക. ഓ അതൊക്കെ ഒരു 5-6 മാസം കഴിയുമ്പോൾ നമുക്കൊണ്ട് കളയാന്ന് പറയാണ്. കളയാനോ? എത്ര ഈസി ആയിട്ടാ പറയണേ. അതൊക്കെ കളയാൻ പറ്റുന്ന കാര്യമാണോ? എങ്ങനെ കളയും? ഈ ഗർഭം ഉണ്ടാക്കാൻ പിന്നെ കളയാനാണോ ബുദ്ധിമുട്ട്? അതിന് ആരെങ്കിലും വിശ്വസിക്കേണ്ടതല്ലേന്ന് ചോദിക്കാം. അതൊക്കെ വിശ്വസിപ്പിക്കാം, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പവിത്രനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം അരുന്ധതിയും ലക്ഷ്മിയമ്മയും പിങ്കിയും ഗൗതമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അരുന്ധതി നന്ദുമോനോട് പറഞ്ഞു, എന്ത് പരിപാടി നന്ദു നീ കാണിച്ചേ? മനുഷ്യ ആകെപ്പാടെ തീ നിന്നു പോയല്ലോ, എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ? ഇത് കേട്ടതും നന്ദു പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ലല്ലോ മുത്തശ്ശി എന്ന് പറയാ. ഒന്നും സംഭവിച്ചില്ല, നിനക്കത് പറയാന്ന് പറയാണ് എന്നും പറഞ്ഞ് കുറെ ചീത്തയൊക്കെ പറയണ്ട. ഇനി മേലാൽ ഇങ്ങനെയൊന്നും കാണിച്ചോണ്ടല്ലോ, ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാത്തിനും ഇച്ചിരി കുറുമ്പ് കൂടല, നല്ല തല്ലി കൊടുത്ത് വളർത്താത്തന്റെ എന്നൊക്കെ പറയണം. ഇത് കേട്ട നന്ദുവിന്റെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് നന്ദുവൻ പറഞ്ഞു, മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയണേ. അതെ ഇഷ്ടക്കൂടലുണ്ടാ, നിനക്ക് എന്തേലും സംഭവിച്ചോ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ടെന്ന് ചോദിക്കുകയാണ്. ആ സമയം പിങ്കി പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമല്ലേ മോനെ. മോൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആരുണ്ട്? മുത്തശ്ശിക്ക് ആരുണ്ട്? അപ്പൊ അതുകൊണ്ടല്ലേന്ന് ചോദിക്കുക. സോറി അമ്മേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടതും അടുത്ത് പറഞ്ഞു, എല്ലാ ഗൗരി പണ്ടാരം കാരണം ഗൗരി മോളാണ് പോലും.
എനിക്കാണല്ലോ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയാം. മൂശാട്ടാന്നൊക്കെ പറയണം. അതെന്താ വല്യമ്മ മൂശാട്ടാന്ന് പറഞ്ഞാല്? ഓ, അത് കൊള്ളരുതാത്തോള്. അതിന് ഗൗരി നല്ലവളാ മുത്തശ്ശി എന്നൊക്കെ നന്ദു പറയണം. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതത്തിന് ഫോൺ വരുവാണ്. റൂറൽ എസ് പി ആണ് വിളിക്കുന്നത്. എന്താ ഹരിശങ്കർ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു ഗൗതം സാർ. അപ്പം അതിനെക്കുറിച്ചൊരു വിസ്തീർണമൊക്കെ ഞങ്ങൾ വിസ്തീർണ യോഗം നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയൊരു മാഫിയെ തന്നെയാണ് പിടികൂടിയത്. കുട്ടികളുടെ ആ കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം അവരും രക്ഷപ്പെട്ടു. വലിയൊരു സംഘത്തെ തന്നെ പിടിക്കാനും പറ്റിയെന്ന് പറയണം. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം സാറിന്റെ കുട്ടിയും പങ്കെടുക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ബാക്കി എല്ലാവർക്കും സന്തോഷമായി. എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ഗൗതം നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ഇതിന്റെ പ്രൊമോ വിശേഷങ്ങളൊക്കെ ഞാൻ ഇടുന്ന ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്താണ്. അത് ഉച്ചയ്ക്കാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.